നമ്മൾ +2 പബ്ലിക് എക്സാമൊക്കെ ഇങ്ങനെ അടുത്തെത്തിപ്പോയല്ലേ. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിലെ +2 മാത്തമാറ്റിക്സിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ. എന്നാൽ വെയിറ്റേജും നല്ല കൂടുതലുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് റിപ്പീറ്റ് അടിച്ച് വന്ന എക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന 4-5 ക്വസ്റ്റ്യൻസ് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് dx/x² - 16. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിനെ നോക്കാം. 16 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 4ൻ്റെ സ്ക്വയറാണ്. അപ്പം നമുക്കിത് എങ്ങനെ മാറ്റി എഴുതാം? dx/x² - 4² എന്നാക്കി എഴുതിക്കൂടെ നമുക്ക്. ഇത് കണ്ടപ്പോൾ നമുക്കൊരു ഫോർമുല ഓർമ്മ വന്നില്ലേ? 1/x² - a² = 1/2a log of mod x - a divided by x plus a. ഈ ഒരു ഫോർമുല എല്ലാവരും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഈ ഒരു ഫോർമുല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എക്ക് പകരം ആ 4 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ദൂരമേ ഉള്ളൂ നമ്മൾ ആൻസറിലേക്ക്. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് 1/8 log mod of x - 4 divided by x plus 4. ഇത് റിപ്പീറ്റ് അടിച്ച് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് sin of cos x dx. മക്കളെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടതെന്ന് അറിയും. നമ്മൾ എന്തിൻ്റെയെങ്കിലും ഒരു ഡെറിവേറ്റീവ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം മക്കളെ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് -sin x. ഇവിടെ കോസ് എക്സ് ഉണ്ട്, നമ്മൾ അതിനെ ടി എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് എക്സ് ടി ആകുമ്പോൾ നമ്മൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരുന്നത് -sin x dx ആണ്. ഇതിന് നമുക്ക് ഡി ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടി വന്നു, ഡി ടിക്ക് പകരം -sin x dx വന്നു. ഇനി നമുക്കറിയാം sin x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് -dt ആയിട്ട് കൊടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും മക്കളെ? sin t - dt, അതായത് മൈനസ് ഹോൾ ഇൻ്റഗ്രലിന് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -sin t dt വരും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊക്കെ മാറും. sin t dt ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് വന്ന പാറ്റേൺ ആണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ -sin t dt വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മക്കളെ, ഇതെന്താണ് വരിക? -cos t + c വരും. -cos t + c. ഇനി നമുക്കറിയാം, നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടിക്കൊക്കെ നമ്മൾ ഫുൾ എക്സിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പം -cos t നമുക്ക് cos t ആയി, പോസിറ്റീവ് cos t ആയി. ഇനി cos x + c വരുമ്പോൾ നമുക്ക് cos² + c വരും. അപ്പോൾ നമ്മളെ ആൻസർ ഇതാണ്, cos² x + c. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വരുന്നത് 1/x + x log x. മക്കളെ, നമ്മളിങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ നോക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ മുന്നിലത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ എന്തിൻ്റെയെങ്കിലും ഡെറിവേറ്റീവ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ 1/x നമുക്കങ്ങ് പുറത്തെടുക്കാവേ. ഡിനോമിനേറ്ററിൽ 2 തവണ എക്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ടൊരു എക്സ് പുറത്തെടുക്കാം. അപ്പോൾ 1/x ഹോൾ 1 + log x dx എന്നായി മാറും നമ്മളെ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ടി എന്ന് പറയുന്നത് നമുക്ക് log x ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഡി ടി വരുന്നത് -1/x dx ആയിട്ട് മാറും. അപ്പോൾ എന്തായി? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? 1/x dx എന്നുള്ളത് ഹോളായിട്ട് ഡി ടിയിലേക്ക് മാറും. അപ്പോൾ dt ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ dt ഡിവൈഡഡ് ബൈ 1 + t. നമ്മളെ ക്വസ്റ്റ്യൻ ഇങ്ങനെയിലേക്ക് മാറി. ഇനി നമുക്കറിയാം log 1 + t = log 1 ഇൻ്റഗ്രൽ ഓഫ് 1/1 + t എന്ന് പറയുന്നത് log 1 + t വരും. ഇതെങ്ങനെ നമുക്ക് മാറ്റാം? log × 1 + log x + c ആക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മളെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തതൊക്കെ റിപ്പീറ്റ് അടിച്ച് വന്ന പ്രീവിയസ് ഇയറിലൊക്കെ റിപ്പീറ്റ് അടിച്ച് വന്ന ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. അപ്പോൾ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം.
ഇൻ്റഗ്രൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇവിടെ ഒരു നമുക്കൊരു പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 1a ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു ബി ബൈ എക്സ് പ്ലസ് 2ലേക്ക് നമുക്കിത് മാറ്റാം. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2. അങ്ങനെ നമ്മളിതിന് ഹോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 2 ആ രീതിയിലേക്ക് വന്നതിന് നമ്മൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം, നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇനി എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറും. അപ്പോൾ നമുക്കറിയാം, നമുക്കിതിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബീൻ്റെ ആ ഒരു പാർട്ട് 0 ആക്കിയാൽ മതി. ഫോർ എ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സ് ഈക്വൽ ടു -1. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീൻ്റെ ആ ഒരു ഭാഗം 0 ആക്കി കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 കൊടുത്തു കഴിഞ്ഞാൽ -1 ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു 0 എന്നുള്ള രീതിയിലേക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ മാറുന്നുണ്ട്. ഇനി -1 ഈക്വൽ ടു എ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ എ ഈക്വൽ ടു -1. ഇനി നമുക്ക് ബി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ എന്നുള്ള പാർട്ട് നമുക്ക് 0 ആക്കണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു -2 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എന്താ വരാം? -2 ഈക്വൽ ടു എ ഇൻറ്റു 0 പ്ലസ് ബി ഇൻറ്റു -2 പ്ലസ് 1, അതായത് -1 മൈനസ് ബി ഈക്വൽ ടു -2. അപ്പോൾ ബി ഈക്വൽ ടു 2 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 integral of -1 divided by x plus 1 dx plus 2d integral of 2 dx divided by x plus 2. ഇതിലേക്ക് നമ്മളുടെ ആൻസർ മാറുന്നുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമുക്കറിയില്ലേടാ, നമ്മളെ 1 ബൈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ലോഗ് മോഡ് ഓഫ് എക്സ് പ്ലസ് 1 ആണ് വരാം. മൈനസ് ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 പ്ലസ് സി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റ് അടിച്ച് വന്ന ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ നോക്കണേ മക്കളെ. ഇനി 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. ഇതൊരു ഇക്വേഷൻ്റെ രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എപ്പോഴും 1 ആക്കിയിരിക്കണം. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എന്നാണെങ്കിൽ നമ്മൾ ഹോൾ ഡിവൈഡ് 2നെ കൊണ്ട് ചെയ്തിട്ട് നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എപ്പോഴും 1 ആക്കിയിരിക്കണം. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഇപ്പോൾ 2 ഉള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനെ ആദ്യം സ്ക്വയർ ചെയ്യണം, അതിനെ ഇൻറ്റു 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മൈനസ് അത് തന്നെ കൊടുക്കണം. അതായത് ഇവിടെ ഇപ്പം വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2x, ഇവിടെ ഇപ്പം വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 1. ഈ രീതിയിലേക്ക് നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം, മൈനസ് ആ ഒരു നമ്പർ തന്നെ കൊടുക്കണം. ഇവിടെ അപ്പം വരുന്നത് 1 മൈനസ് 1 ആയിട്ട് വരും. അപ്പം ആദ്യത്തെ 3 ടേംസ് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ട് ഒരു ഇക്വേഷനായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 നമുക്കറിയാമല്ലോ. എക്സിൻ്റെ സ്ക്വയർ, എക്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എക്സും 1ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1ഉം. അപ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആക്കി നമുക്ക് എടുക്കാം. മൈനസ് 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ പ്ലസ് 1 ആയിട്ട് വന്നു, dx വന്നു. ഇനി 1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 dx. നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1ഉം എ എന്ന് പറയുന്നത് 1 എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. 1 ബൈ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ dx വരികയാണെങ്കിൽ
അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 1/a tan ഇൻവേഴ്സ് x/a. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ പഠിക്കണേ നിങ്ങൾ പോകുമ്പോൾ, എക്സാമിന് പോകുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ 1/1 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x + 1/1 വരും. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് x + 1 അതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് അടിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും കൂടിയാണ്.